അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ കുടുംബം പ്രതിഷേധ സമരത്തിലേക്ക്. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഡോക്ടർമാർക്ക് അനുകൂലമെന്ന് കുടുംബം ആരോപിക്കുന്നു. സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും കുഞ്ഞിന്റെ അച്ഛൻ പ്രതികരിച്ചു. ഇതുവരെ എനിക്കുണ്ടായ സാഹചര്യത്തിന് പ്രതികരണങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ടും മന്ത്രിയുടെ ഭാഗത്തുനിന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും വന്ന അവഗണനയെ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ ആശുപത്രിക്ക് മുമ്പാകെ ഞാനും എൻ്റെ കുഞ്ഞും വൈഫും കൂടെ സത്യാഗ്രഹത്തിനോ അല്ലെങ്കിൽ സമര നടപടിക്കോ പോകാനായിട്ട് തയ്യാറാണ്. ആരോഗ്യമന്ത്രിയുടെ ആലപ്പുഴയിൽ വന്നിട്ട് ഞങ്ങളുടെ കുടുംബമൊന്നും സന്ദർശിക്കാൻ വന്നിട്ടില്ല. ഇനി ആലപ്പുഴയിൽ എത്തിയത് പോട്ടെ, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ DMO ഓഫീസിൽ നിന്നോ എൻ്റെ കുഞ്ഞിന്റെ ചികിത്സ സർക്കാർ ഏറ്റെടുത്തു എന്ന് ഔദ്യോഗികമായിട്ടുള്ളൊരു റെക്കോർഡിങ്ങിൽ എനിക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ്. വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, നമ്മളിത് പ്രതീക്ഷിച്ചതാണ്. കാരണം ഇതിനു മുൻപ് ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാരുടെ വീഴ്ചയിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ഇതുപോലെ ചികിത്സാ പിഴവൊക്കെ സംഭവിച്ചിട്ടും ഡോക്ടർമാരെ, അതായത് ഈ ആരോപണ വിധേയരായ കുറ്റക്കാരായ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു ആരോഗ്യവകുപ്പ് സ്വീകരിച്ചത്. ഇവിടെയും മറിച്ചൊരു നടപടി ഉണ്ടായില്ല. പക്ഷെ കുടുംബത്തോട് അവരുടെ തുടർ ചികിത്സ ഏറ്റെടുക്കാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയതാണ്. ആ വാഗ്ദാനവും പാലിക്കപ്പെട്ടില്ലെന്നാണോ പറയുന്നത്? ഏത് രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരത്തിലേക്കാണ് ഈ കുഞ്ഞിന്റെ കുടുംബം നീങ്ങുന്നത്? ശരണ്യ, ടോമ, നമുക്കറിയാം ഇപ്പോൾ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് പോലീസ് കേസ് എടുക്കണമെങ്കിൽ ആധികാരികമായി അതിനകത്ത് എന്തെങ്കിലും, അതായത് നമുക്കറിയാം എല്ലാ കേസുകളിലും ഇത്തരത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പറയുന്നത് ഈ രീതിയിൽ, അതായത് മെഡിക്കൽ ബോർഡ് കൂടിയതിനു ശേഷം അവരുടെ ഒരു ഒപ്പീനിയൻ എടുത്തതിന് ശേഷം ഡോക്ടർമാരെ അടക്കം പ്രതി ചേർക്കാൻ കഴിയുള്ളൂ എന്നുള്ള നിലപാടാണ് പോലീസ് എടുക്കുന്നത്. പക്ഷേ ഈ കേസിനകത്ത് പ്രാഥമികമായി തന്നെ പ്രശ്നമുണ്ടെന്ന് കണ്ടിട്ടാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആലപ്പുഴ WNC ഹോസ്പിറ്റലിലെ ഡോക്ടർ പുഷ്പയെയും ഡോക്ടർ ഷേർലിയെയും ഒപ്പം തന്നെ ശങ്കർ ലാബിലെയും മെഡാസ് ലാബിലെയും അവരുടെ രണ്ട് സ്കാനിംഗ് സെന്ററുകളിലെ റേഡിയോളജിസ്റ്റുകളെയും പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തത്. ആ കേസെടുത്ത ഘട്ടത്തിൽ പോലും ഈ ഡോക്ടർമാർക്കെതിരെ ആരോഗ്യ വകുപ്പ് പ്രാഥമികമായി പോലും ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ കേസെടുത്ത ഡോക്ടർമാർക്കെതിരെ ഒരു എൻക്വയറി നടത്തുകയോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന കാര്യത്തിൽ, അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും മാറ്റി നിർത്തി പരിശോധന നടത്തുന്ന കാര്യത്തിലൊന്നും യാതൊരുവിധ ഇടപെടലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. അതിൽ തന്നെ ഏറ്റവും ആശ്വാസകരമായി വന്നതൊരു കാര്യം, ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ V. മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആലപ്പുഴയിൽ എത്തുകയും അവർ ഈ അനീഷിന്റെയും സുറുമിയുടെയും കുഞ്ഞിന്റെ വൈകല്യം സംബന്ധിച്ചുള്ള ചികിത്സകൾ സർക്കാർ ഏറ്റെടുത്ത് അത് ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. അവർ നിർദ്ദേശിക്കുന്ന ഒരു ഡോക്ടർ ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പറയുന്നു. ആശുപത്രിയിൽ അവർ എത്തുകയും കുട്ടിയെ അടുത്ത ദിവസം എക്കോ എടുക്കുന്നതിന് വേണ്ടി കുട്ടിയെ ആശുപത്രിയിലേക്ക് തിരികെ കൊണ്ടുവരണം എന്ന് പറയുകയും ഒക്കെ ചെയ്ത് പറഞ്ഞു വിടുന്നു. പക്ഷേ ഇതൊന്നും ആധികാരികമായ ഒരു രേഖയായി ഇങ്ങനെ ഏറ്റെടുക്കാമെന്നുള്ള ഒരു സർക്കാരിന്റെ ഉറപ്പ് ആ കുടുംബത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഓരോ വാഗ്ദാനങ്ങൾ സർക്കാർ മുന്നോട്ട് വയ്ക്കും, പിന്നീട് അത് വകുപ്പിലുള്ളവർ തന്നെ മറന്നുപോകുന്ന അല്ലെങ്കിൽ അതിനകത്ത് മൗനം പാലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായി. കാരണം ആ കുട്ടി ജനിച്ചത് അസാധാരണമായ വൈകല്യങ്ങളോടുകൂടിയാണ് ആ കുഞ്ഞ് ജനിച്ചത്. മലർന്നു കിടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. നാവ അകത്തേക്ക് പോകും, ശ്വാസം എടുക്കാൻ കുഞ്ഞിന് പറ്റില്ല, കമഴ്ത്തി കിടത്തണം. ഒപ്പം തന്നെ ജനനേന്ദ്രിയത്തിന് ചില പ്രശ്നങ്ങൾ വന്നു, കാലിന്റെ പാദത്തിന് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പുറമേ തന്നെയുള്ള ഒരു കുഞ്ഞായിരുന്നു. പല ഘട്ടങ്ങളിലും പ്രസവത്തിന്റെ അല്ലെങ്കിൽ ഗർഭാവസ്ഥയുടെ പല ഘട്ടങ്ങളിലും വിശദമായ സ്കാനിങ്ങിന് വിധേയമാക്കിയ ഘട്ടത്തിൽ ഒരിക്കൽ പോലും പ്രകടമായ വൈകല്യങ്ങൾ കുട്ടിക്കുണ്ടായിട്ടും അത് തിരിച്ചറിയാൻ ആ സ്കാനിംഗ് സെന്ററിലെ ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ തന്നെ ഇവരെ പരിശോധിച്ചിരുന്ന WNC ആശുപത്രിയിലെ ഡോക്ടർ പുഷ്പ അടക്കമുള്ളവർക്കോ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രധാനമായി കുടുംബം ഉന്നയിക്കുന്ന പ്രധാന പരാതി. ആ പ്രശ്നങ്ങൾ ഗർഭാവസ്ഥയിൽ തന്നെ കണ്ടെത്താനാവുന്നതായിട്ടും ഒരുപക്ഷെ ട്രീറ്റ്മെന്റിലടക്കം പരിഹരിക്കാൻ ശ്രമം നടത്താൻ കഴിയുന്ന കേസുകളായിട്ടും എന്തുകൊണ്ട് ഇത് നടത്തിയില്ല എന്നുള്ളതും ഇങ്ങനെ ഒരു കുഞ്ഞ് ജന്മമെടുത്ത ഒരു സാഹചര്യത്തിലേക്ക്, ദുഃഖകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ്. അതിനകത്താണ് പോലീസ് നടപടിയെടുത്തത്. പക്ഷേ ആരോഗ്യവകുപ്പ് വീണ്ടും ഇരട്ടത്താപ്പിലേക്ക് പോവുകയാണ്.
വരികയാണ്. അവര് ഈ കുട്ടിയുടെ എന്താണ് തുടർ ചികിത്സ അല്ലെങ്കിൽ മാതാപിതാക്കളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആ കുടുംബം വീണ്ടും പരാതി ഉന്നയിക്കാൻ കാരണം. അനീഷ് മുഹമ്മദും ഒപ്പം തന്നെ ഭാര്യയും ഈ കുട്ടിക്ക് വയ്യാത്ത കുട്ടിയുമാണ്. ആ കുട്ടി ഇവർ സമരത്തിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ അവർ സമരം ചെയ്യും, തങ്ങൾക്ക് നീതി കിട്ടണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാർ വലിയ ഇടപെടൽ നടത്തി. എന്തിനാണ് സർക്കാർ സ്കാനിംഗ് സെന്ററുകൾ പൂട്ടിയത്? അതായത് രണ്ട് സ്വകാര്യ സ്കാനിംഗ് സെന്ററുകൾ ഉടനടി നടപടിയെടുത്തുകൊണ്ട് അത് പൂട്ടുന്ന സീൽ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ എത്തിയിരുന്നു. അപ്പോൾ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് കാര്യത്തിനകത്ത് സർക്കാർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ആ വീഴ്ച പരിഹരിക്കുന്നതിനുള്ള തുടർ ഇടപെടലുകളിൽ സംബന്ധിച്ച് പരാജയപ്പെടുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കുഞ്ഞിന്റെ അച്ഛനമ്മമാർ സമരവുമായി മുന്നോട്ട് വരുന്ന തന്നെയാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ആ കുടുംബം ഉന്നയിക്കുന്ന പോലെ വീഴ്ച വരുത്തിയ സ്കാൻ ചെയ്ത സ്കാനിംഗ് സെന്ററുകൾ പൂട്ടുന്നു. പക്ഷേ ഇവിടെ വീഴ്ച വരുത്തിയ ഡോക്ടർമാരെ സംരക്ഷിക്കുന്നു. അന്വേഷണ വിധേയമായി പോലും അവരെ സസ്പെൻഡ് ചെയ്തില്ല. ശരണ്യ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന ഒരു റിപ്പോർട്ടാണ്, സംരക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ആരോഗ്യവകുപ്പ് നൽകിയതെങ്കിൽ, ആശുപത്രി അധികൃതർ നൽകിയതെങ്കിൽ പോലീസിന്റെ അന്വേഷണത്തിന് ഇനി എന്താണ് പ്രസക്തി? ഒരു പ്രസക്തിയും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം നമുക്കറിയാം ഡോക്ടർ ഈ കഴിഞ്ഞ ഇടയ്ക്ക് പ്രസവ നൃത്ത ശസ്ത്രക്രിയക്കിടെ എത്തി താരതമ്യേന ലളിതമായ ഒരു ശസ്ത്രക്രിയക്കിടയിലാണ് ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ടായി. അവിടെ ലാബ് ടെക്നീഷ്യനായിരുന്ന ആശ മരണപ്പെടുന്നത്. ആശയുടെ കുടുംബവും കയറി ഇറങ്ങി നടന്നു. ഒടുവിൽ മെഡിക്കൽ ബോർഡ് കൂടിയതിനു ശേഷം കേസെടുത്തെങ്കിലും മെഡിക്കൽ ബോർഡ് കൂടിയതിനു ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. എന്ത് നടപടിയുണ്ടായി? ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് സാധാരണക്കാരന് നീതി കിട്ടുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിന് അവർ അത്തരത്തിൽ ഒരുപാട് നൂലാമാലകളിലൂടെ കടത്തിവിട്ട് ഒടുവിൽ മടുത്ത് പരാതിക്കാരായ ആളുകൾ തന്നെ ഇട്ടിട്ട് പോകുന്ന ചരിത്രമാണ് ഈ മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ട കേസുകൾ ഇരയാക്കപ്പെടുന്ന ആളുകളുടെ കുടുംബങ്ങൾക്കുള്ളത്. ഇപ്പോൾ അവർ നമുക്ക് റിപ്പോർട്ട് സംബന്ധിച്ച് കൃത്യമായ വിവരം നൽകിയിട്ടില്ല. പക്ഷേ ഈ കുടുംബത്തിനോട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ച്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് വെച്ച് അവർ പറയുന്നത് തങ്ങൾക്ക് ഒരു വീഴ്ചയും വന്നിട്ടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഡോക്ടർമാരെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളിലും ഇവരോട് അഭിപ്രായം പറയുന്നത്. പിന്നെ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയി, അതിന്റെ ചികിത്സ ഞങ്ങൾ ഏറ്റെടുക്കാം എന്നുള്ള രീതിയിൽ ഉള്ള മനുഷ്യത്വരഹിതമായ രീതിയിലുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അനീഷും സുറുമിയും വ്യക്തമാക്കുന്നത്. എന്തായാലും ആ മാതാപിതാക്കൾ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം അതീവ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ്. കാത്തിരുന്നൊരു കുട്ടിയാണ് ഈ രീതിയിൽ ഒരു പ്രതിസന്ധിയിലൂടെ ആരോഗ്യത്തിന് ആ കുഞ്ഞിന് ഒന്ന് ശ്വസിക്കാൻ പോലും സാധാരണ രീതിയിൽ കഴിയാത്ത രീതിയിൽ ആ കുഞ്ഞിന് പോകേണ്ട ഒരു അവസ്ഥ വന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ അതിനകത്ത് വിട്ടുവീഴ്ചയില്ല, നിയമ നടപടിയിലേക്ക് പോകും. ഒപ്പം തന്നെ സമരവുമായി ആശുപത്രിക്ക് മുന്നിൽ വേണമെങ്കിൽ ഇരിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിലെ 4 ഡോക്ടർമാരുടെ വീഴ്ചയാണ് ഒരു കുടുംബത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നത്. അവർ തീരാ ദുരിതത്തിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് വരെയും കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഡോക്ടർമാരെ, ആരോപണവിധേയരായ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന സമീപനം ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നു. അവർക്കെതിരെ നടപടിയില്ല എന്ന് മാത്രമല്ല, ഇനി കേസിന് പോലും യാതൊരു പ്രസക്തിയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ശരണ്യ സ്നേഹജൻ പറയുന്നത്. ഈ വിഷയത്തിൽ ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ സമരത്തിന് ഒരുങ്ങുകയാണ് ഈ കുഞ്ഞിന്റെ കുടുംബം.